Watch India's largest kids library only on Jio Hotstar. Download the app now. മോട്ടു, ബാത്റൂമിൽ അലക്കാനുള്ള തുണികൾ ഞാൻ വെച്ചിരുന്നു. എന്താ, അലക്കിയോ? അത് ശരി, ഞാനിത് മറന്നുപോയല്ലോ. മോട്ടു, വീട്ടിൽ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിരുന്നു. ഗ്യാസ് ഓഫ് ചെയ്തോ? സോറി പത്തലു, ഞാൻ അതും മറന്നുപോയി. മോട്ടു, ചെടികൾക്ക് വെള്ളം ഒഴിക്കാനുണ്ടായിരുന്നു. ഒഴിച്ചോ? ഓഹോ, അതും മറന്നുപോയല്ലോ. അങ്ങനെയാണെങ്കിൽ മോട്ടു, നീ എന്ത് ജോലിയാ ചെയ്തത്? ഇന്നു മുതൽ തനിക്കൊരു പേഴ്സണൽ സെക്രട്ടറി ആവശ്യമുണ്ടെന്നാ തോന്നുന്നേ. എന്ത് പത്തലു, ഈ ഐഡിയ വളരെ നന്നായിട്ടുണ്ടല്ലോ. നമുക്ക് ശരിക്കും ഒരു പേഴ്സണൽ സെക്രട്ടറി ഉണ്ടായിരുന്നെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് നല്ലോണം വിശ്രമിക്കാലോ. നമ്മളുടെ ഒരു ദിവസത്തെ പ്ലാൻ മുഴുവനും അത് സെറ്റ് ചെയ്ത് വെക്കുമല്ലോ. കാലത്ത് എഴുന്നേറ്റപ്പോ തൊട്ട് രാത്രി ഉറങ്ങുന്നത് വരെയുള്ള സംഭവങ്ങൾ അത് പ്ലാൻ ചെയ്തോളുന്നേ. അല്ലേ പത്തലു? വലിയേട്ടാ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു സെക്രട്ടറിയെ ഉണ്ടാക്കി തരുവോ പ്ലീസ്? ചേട്ടാ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇതൊക്കെ ഒരു ടഫായ കാര്യമാണോ? ഇതാ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ചേട്ടാ എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇതാ കണ്ടോ? ഇതാണ് നിന്റെ റോബോട്ടിക് സെക്രട്ടറി. എങ്ങനെയുണ്ട്? ഞാൻ നിങ്ങളുടെ ഡെയിലി റൊട്ടീൻ വർക്ക് ഇതിന് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഇത് ദിവസം നിങ്ങളുടെ പണികളൊക്കെ ഓർമ്മിപ്പിച്ചോണ്ടേയിരിക്കോ. അതെ. പത്തലു, ഇപ്പൊ നമ്മുടെ പക്കല് നമ്മുടേതായ ഒരു സെക്രട്ടറിയും ഉണ്ട്. മോട്ടു, പത്തലു, എണീക്കൂ. കുളിക്കാനുള്ള സമയമായി. ഞങ്ങൾക്ക് ഇനിയും കുറച്ചു നേരം കൂടെ ഉറങ്ങിയേ പറ്റൂ. ഞാൻ 3 തവണ പറയും. 1, കുളിക്കാനുള്ള സമയമായി. 2, കുളിക്കാനുള്ള സമയമായി. 3, കുളിക്കാനുള്ള സമയമായി. വേഗം കുളിച്ചു പുറപ്പെടൂ. മോട്ടു, കുളിക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. അതെ, ഞങ്ങൾ നല്ലോണം ഉറങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നില്ലേ? കുറച്ചുകൂടെ ഉറങ്ങിക്കോട്ടെ പ്ലീസ്. ഉറങ്ങാനും കുളിക്കാനുമുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ജോഗിങ്ങിനുള്ള സമയമാണ്. ഇന്ന് ഞങ്ങൾക്ക് ജോഗിങ്ങിന് പോകാൻ ഒട്ടും തന്നെ മനസ്സില്ല. ഞാൻ 3 തവണ പറയും. ജോഗിങ് 1, ജോഗിങ് 2, ജോഗിങ് 3. ഞങ്ങൾ ജോഗിങ് ചെയ്തോളാം. നീ ഞങ്ങളുടെ സെക്രട്ടറിയാണ്, അല്ലാതെ ടീച്ചറൊന്നുമല്ല. നീ പറയുന്നത് മുഴുവൻ ഞാൻ കേൾക്കണമെന്നൊന്നുമില്ലല്ലോ. ഞാൻ ഉറങ്ങും. എനിക്ക് ഉറക്കം വരുന്നു. ഉറങ്ങാൻ പാടില്ല. ജോഗിങ് ചെയ്യൂ. കുറച്ച് പതുക്കെ. ഒരു സെക്രട്ടറിയെ കിട്ടിയപ്പോ സന്തോഷമായില്ലേ? ഇതിനെക്കാളും ഭേദം ഞാൻ എല്ലാ ജോലിയും ചെയ്യുമായിരുന്നു. ഇതിപ്പോ ഒരു തലവേദനയായി. എന്ത് ചെയ്യും ദൈവമേ? ഹലോ മോട്ടു, ജോഗിങ്ങിനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി അലക്കാനുള്ള സമയമാണ്. ഞാൻ തുണി അലക്കാറില്ല. തുണി അലക്കലൊക്കെ പത്തലുമാണ് ചെയ്യാറ്. പത്തലോ ഇന്നും അലക്കുന്നതല്ല. ഇന്നലെ അവനാണ് തുണി അലക്കിയത്. ഇന്ന് മോട്ടുവിന്റെ ഊഴമാണ്. നീ എന്റെ സെക്രട്ടറിയാണ്. മാത്രമല്ല, എന്നോട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. നോക്കിയോ, നിനക്ക് എന്നെ ജോലിയിൽ നിന്ന് വിട്ടയക്കാൻ കഴിയില്ല മോട്ടു. ഇതുപോലുള്ള പ്രോഗ്രാം എന്റെ പ്രോഗ്രാമിലേ ഇല്ല. നീ 1 മാസം മുമ്പ് നോട്ടീസ് കൊടുക്കേണ്ടതാണ്. കേട്ടോ, ഈ പുതിയ കഥ എന്താണെന്ന് കേട്ടില്ലേ? ഇവളുടെ ആവശ്യം ഇനി എനിക്കില്ല. ഇവൾ പറയുന്നത് ഒന്നും ഞാൻ കേൾക്കില്ല. സെക്രട്ടറി, നീ എന്റെ സുഹൃത്തിനെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. തുണികൾ ഞാൻ കഴുകിക്കോളാം. ഞാൻ 3 തവണ പറയുന്നതാണ്. 1, തുണി അലക്കൂ. 2, തുണി അലക്കൂ. 3, തുണി അലക്കൂ. മോട്ടു, നിനക്കെന്താ ഇത്ര ധൈര്യമോ? നീ എന്താ എപ്പോ നോക്കിയാലും പറന്നു വന്ന് എന്നെ മേത്ത് വന്ന് വീഴുന്നത്? നിന്നെ ഞാൻ ഇനി നീ താഴത്തേക്ക് വരേണ്ട ആവശ്യമില്ല. തുണി അലക്കാനുള്ള സമയം. ഇത് തുണി അലക്കാനുള്ള സമയമാണ്. ബോക്സർ ചേട്ടാ, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ വോളിബോൾ തട്ടി കളിക്കുകയാണോ? എന്നെ പറഞ്ഞു വിട്ടേക്കൂ. ചിങ്കം സാറേ, രക്ഷിക്കൂ.
എന്റെ അമ്മോ മോട്ടു, നീ എന്താ എത്ര വേഗത്തിൽ ഓടുന്നത്? സാറേ, എന്റെ പുറകിൽ എന്റെ സെക്രട്ടറി വരുന്നുണ്ട്. എന്റെ അമ്മോ, ഈ സുന്ദരി പെൺകുട്ടി ആരാണ്? ചിങ്കം സാറേ, ഈ സുന്ദരി ലേഡി എന്റെ സെക്രട്ടറിയാണ്. മാത്രമല്ല ഇവള് വലിയ അപകടകാരിയുമാണ്. ചിങ്കം സാറേ, എത്ര വലിയ അപകടകാരി ആണെങ്കിലും ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിള്. സെക്രട്ടറി, നീ മോട്ടുനെ വെറുതെ വിട്ടേക്ക്. നോ. ഓക്കെ, ഞാൻ ആദ്യം നിന്നെ പറഞ്ഞയക്കുന്നതാണ്. എന്റെ അമ്മ. വരൂ മോട്ടു, തുണി അലക്കാൻ വരൂ, വേഗം വരൂ. തുണിയൊക്കെ ആദ്യം അയാളോട് അലക്കാൻ പറഞ്ഞേ. ഓടിക്കോ. വലിയേട്ടാ, എന്ത് സെക്രട്ടറിയാ നിങ്ങൾ എന്റെ തലയിൽ വെച്ച് കെട്ടിയിരിക്കുന്നത്? നല്ലപോലെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല, നല്ലപോലെ കഴിക്കാൻ സമ്മതിക്കുന്നില്ല. എന്ത് ചെയ്യണോന്ന് വിചാരിക്കുന്നു അത് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ചെയ്യരുതാത്തതൊക്കെ ചെയ്യാൻ പറയുന്നു. ചേട്ടാ, എന്റെ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, എണീക്ക്, എണീക്ക്, ഒന്ന് എണീക്ക്. എന്തായാലും നീ പറയുന്ന പോലെ സംഭവിക്കാൻ പാടില്ല. അതിനകത്ത് എന്തോ ഫോൾട്ട് ഉണ്ടെന്നാണ് തോന്നുന്നത്. അതെ ഡോക്ടർ ജട്ക, മോട്ട് പറയുന്നത് സത്യം തന്നെയാ. നിങ്ങൾ തന്ന ആ സെക്രട്ടറി ഞങ്ങളെ സ്വൈര്യത്തോടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. നിങ്ങളുടെ ഏതൊരു ഇൻവെൻഷനിലും എന്തെങ്കിലും ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ടാവാറുണ്ട്. മോട്ടു പത്ലു, വേഗം വീട്ടിലേക്ക് വരൂ. ഉറങ്ങാനുള്ള സമയമാണ്, ഉറങ്ങാനുള്ള സമയമാണ്. പൊളിച്ചടത്തല്ല, ഇത് കേക്കുമ്പോ കുട്ടിക്കാലത്ത് എന്റെ മമ്മി എന്നെ ഉറങ്ങാൻ വിളിക്കുന്നത് പോലെ തന്നെ ഉണ്ട്. കേക്കാൻ നല്ല സുഖമുണ്ട്. വലിയേട്ടാ, അവളോട് നിങ്ങൾ പറയുന്നുണ്ടോ ഞാൻ ഉറങ്ങൂല, ഉറങ്ങൂല, ഉറങ്ങൂല? ഞാൻ 3 തവണ പറയും. 1, ഉറങ്ങാനുള്ള സമയമാണ്. അവളുടെ കൗണ്ടിങ് സ്റ്റാർട്ടായി. 2, ഉറങ്ങാനുള്ള സമയമാണ്. 3, ഉറങ്ങാനുള്ള സമയമാണ്. ഉറങ്ങ്, ഉറങ്ങ്, കണ്ണടച്ച് വേഗം ഉറങ്ങ്. അല്ല, നീ എന്താണ് ഈ കാണിക്കുന്നത്? നോക്കൂ, ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ല. ഉറങ്ങ്, ഉറങ്ങ്, ലിറ്റിൽ മോട്ടു, വേഗം ഉറങ്ങ്. പത്ലു, എന്തെങ്കിലും ചെയ്ത് ഇതിന്റെ കയ്യിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഐഡിയ, സമോസ കഴിക്ക്. അത് കഴിഞ്ഞിട്ട് നീ തുടങ്ങിക്കോ. സമൂസ പോലെ ഇവള് തന്നാലല്ലേ എനിക്ക് കഴിക്കാൻ പറ്റൂ. മോട്ടു, നീ ഉറങ്ങുന്ന പോലെ ആക്ടിങ് ചെയ്താൽ മാത്രം മതി. ഞാൻ സമോസയും ഡോക്ടർ ജട്കയും രണ്ടുപേരെയും കൊണ്ടുവരാം. ഓക്കെ? മോട്ടോ, ഇത് കണ്ടോ, ഞങ്ങൾ നിനക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നിരിക്കുന്നെന്ന്? സമോസകൾ. ഇത് സമൂസ കഴിക്കാനുള്ള സമയമല്ല, ഉറങ്ങാനുള്ള സമയമാണ്. വേഗം ഉറങ്ങൂ. ചേട്ടാ, ഇങ്ങോട്ട് നോക്കിയേ, എന്റെ ചങ്ക, എന്റെ സഹോദരി. ഞാനാണ് നിന്നെ സെക്രട്ടറി ആക്കിയത്. ഞാനിപ്പോ നിനക്ക് ഓർഡർ തരികയാണ്. മോട്ടുവിനെ സമൂസ കഴിക്കാൻ അയക്ക്. ഇപ്പോൾ നീ ഞാൻ പറഞ്ഞാൽ പോലും കേൾക്കില്ലേ? അതെ, ഇപ്പോൾ നിങ്ങൾ ഇവിടുന്ന് പോയേ തീരൂ. നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോയേ മതിയാകൂ. ഇനി വരൂ സെക്രട്ടറി, ഇപ്പൊ ഞാൻ തയ്യാറാണ്. നീ ഇപ്പോൾ എന്തിനാണ് തയ്യാറായിട്ടുള്ളത്? ഇപ്പോഴിത് എന്തിനുള്ള സമയമാണ്? ഫൈറ്റ് ചെയ്യാനുള്ള ടൈമാണ്. ഓക്കെ, ഫൈറ്റ് ചെയ്യാനായി പുറത്തേക്ക് വരൂ. ചേട്ടാ, മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ആ സെക്രട്ടറിയുടെ പുറകിൽ ഒരു ബട്ടൺ ഉണ്ട്. നീ ആ ബട്ടൺ ഓഫ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഈ സെക്രട്ടറി ഡീആക്ടിവേറ്റ് ആയി കളയും. അതെ. പൊളിച്ചടത്തല്ല മമ്മി, ബട്ടൺ ഓഫ് ചെയ്യുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. മമ്മി, എന്റെ അമ്മോ. എന്റെ അമ്മോ, സ്റ്റോപ്പ്, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. മോട്ടോ, നീ എങ്ങനെയെങ്കിലും സെക്രട്ടറിയെ കൺട്രോൾ ചെയ്യേ. ഞാൻ പോയി ബട്ടൺ ഓഫ് ചെയ്തിട്ട് വരാം.
റിപ്പയർ ചെയ്യാനുള്ള സമയം വന്നിരിക്കുന്നു. എന്താ ശരി, ഞാൻ ഇതിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. ഡോക്ടർ ഷട്ക, നിങ്ങളിത് പിന്നീട് റിപ്പയർ ചെയ്തോളൂ. ആദ്യം റിപ്പയർ ചെയ്യേണ്ടത് നിങ്ങളെയാണ്. ചേട്ടാ, ഞാൻ നിങ്ങളുടെ സുഹൃത്തല്ലേ, വിട്ടേക്ക്. Watch India's largest kids library only on Geo Hotstar. Download the app now.